ഏപ്രിൽ 12 ഹ്യൂമൻ സ്പേസ് ഡേ, മനുഷ്യ ബഹിരാകാശ ദിനം. 2011 മുതലാണ് യുണൈറ്റഡ് നേഷൻ എന്താക്കുന്നത് ഏപ്രിൽ 12 ഹ്യൂമൻ സ്പേസ് ഡേ ആയി ആചരിച്ചു വരുന്നത്. അത് 1961 USSRൻ്റെ യൂറി ഗഗാറിൻ എന്നുള്ള പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ടാണ് ഏപ്രിൽ 12 സെലക്ട് ചെയ്തത്. 2026 ഏപ്രിൽ 12 വലിയൊരു പ്രത്യേകത ഉണ്ട്. കാരണം ഏറ്റവും അർത്ഥപൂർണമായ രീതിയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു, അതിനെ ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കാരണം അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് നാസയുടെ ആർട്ടിമസ് 2 എന്നുള്ള ദൗത്യം വളരെ വിജയകരമായിട്ട് പൂർത്തിയാകുന്നത്. പസഫിക് സമുദ്രത്തിലെ സാൻഡിഗോ തീരത്താണ് അത് സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. 10 ദിവസത്തെ യാത്ര, 4 അംഗ സംഘമാണ് അതിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 2 ഹൈലൈറ്റുകൾ ഈ ഒരു ആർട്ടിമസ് 2 കൊണ്ടുണ്ടായിട്ടുണ്ട്. ഒന്ന്, 1972 മനുഷ്യനെ വഹിച്ചിട്ടുള്ള അവസാന ദൗത്യം അപ്പോളോ 17 നടക്കുന്നത്. 54 വർഷങ്ങൾക്ക് ശേഷം, 1972 മുതൽ 2025 വരെ, 26 വരെ, ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനെ വഹിച്ചിട്ടുള്ള ഒരു ചാന്ദ്ര ദൗത്യം നടക്കുന്നത്. അതൊരു നേട്ടം. രണ്ടാമത്തേത് അപ്പോളോ 13, ഏകദേശം 2,48,000 മൈലാണ് സഞ്ചരിച്ചത് എന്നുണ്ടെങ്കിൽ ആർട്ടിമസ് 2 അതിനെയും മറികടന്ന് ഏകദേശം 2,52,756 മൈൽ സഞ്ചരിച്ചു എന്നുള്ളതാണ്. 4000 മൈലിനധികം. അതെ, 4000 മൈൽ അധികം സഞ്ചരിച്ചു എന്നുള്ളത്. ഇതിന് ഇവർ പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ് ഈ ഒരു ആർട്ടിമസ് 2 മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഈ ഒരു ചന്ദ്രനെ ഒരു ബേസ് ക്യാമ്പായിട്ട് റോക്കറ്റ് നിർമ്മിക്കാനും മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചന്ദ്രനെ മാറ്റുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ ലക്ഷ്യം ചന്ദ്രനെ ഒരു ചൊവ്വയിലേക്കുള്ള ഇടത്താവളമായിട്ട് ചന്ദ്രനെ മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് ചന്ദ്രനിൽ മൈനിങ്ങും അതേപോലെ തന്നെ റിസോഴ്സ് അവൈലബിലിറ്റി ഒക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഈ ഒരു 3 ലക്ഷ്യത്തിലാണ് പ്രധാനമായിട്ടും എന്താക്കുന്നത് ആർട്ടിമസ് 2 ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ആർട്ടിമസിൻ്റെ പ്രത്യേകതകളും നമ്മൾ എത്രമാത്രം സക്സസ് ആണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പക്ഷെ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ സ്പേസിലേക്ക് എത്തുന്നു, അതല്ലെങ്കിൽ ചന്ദ്രനിലെത്തുന്നു എന്നതിലൊന്നും വലിയൊരു അത്ഭുതമായി തോന്നുന്നില്ല. കാരണം 1969 തന്നെ നീൽ ആംസ്ട്രോങ് മൂഡിലെത്തുന്നുണ്ട്, വാക്ക് നടത്തുന്നുണ്ട് എന്നതുകൊണ്ട് വലിയ അത്ഭുതമായി തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആരായിരിക്കും ആദ്യമായി സ്പേസിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടാവുക? ഇപ്പം നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡബിൾ ഓക്കെ ആയിരിക്കും, നമ്മൾ പോകാൻ തയ്യാറാണ്, നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എർത്തിൻ്റെ പുറത്തു നിന്ന് എർത്ത് വ്യൂ കാണാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടാവും. പക്ഷെ ചിന്തിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു മനുഷ്യനെന്നല്ല ഒരു ജീവി പോലും ഭൂമിൻ്റെ അറിയില്ല എന്ന് മാത്രമല്ല ഒന്നും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരായിരിക്കും ആദ്യമായി തയ്യാറായിട്ടുണ്ടാവുന്നതാണ്. കുറേ എക്സ്പെരിമെൻറ്റുകൾ സ്വാഭാവികമായിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ടാവും. ഈ ഹ്യൂമൻ സ്പേസ് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്. മനുഷ്യന് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിന് അത് നമുക്ക് ഒരു എവിഡൻസ് വേണം. സ്വാഭാവികമാണ്. കാരണം മനുഷ്യന് ഏതായാലും ഒറ്റയടിക്കുള്ളൊരു തയ്യാറെടുപ്പ് എന്തായാലും ഉണ്ടാവില്ല. പൂർണ്ണമായിട്ടൊരു ഉറപ്പോടെ നമ്മൾ ഏത് കാര്യങ്ങളും ജീവികളിൽ പരീക്ഷണം നടത്തിയിട്ട് മാത്രമേ മനുഷ്യരിലേക്ക് എടുക്കാറുള്ളൂ. അങ്ങനെ ആദ്യം നമ്മൾ ഈ സ്പേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 1957 സ്പുട്നിക് 1 USSRൻ്റെ വിക്ഷേപണം നടക്കുകയാണ്. അത് സ്പേസിലേക്ക് മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. സ്പുട്നിക് 2 തൊട്ടടുത്ത വർഷം 1958 ജീവിയെ സ്പേസിലേക്ക് എത്തിക്കുക. അത് ലൈക്ക ഡോഗായിരുന്നു, ജീവനുള്ള ഒരു വസ്തു. പക്ഷെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരാനുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ലൈക്ക അവിടെ നിന്ന് നശിച്ചുപോയി. പിന്നെ നമുക്ക് അവിടെ മറികടക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരാൻ പറ്റണം. മനുഷ്യനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് തിരിച്ച് ലാൻഡ് ചെയ്യാൻ എത്തിക്കാൻ കഴിയണം. ആ രൂപത്തിലേക്കുള്ള പ്ലാനുകൾ വികസിക്കുകയും സക്സസ് ആയിട്ട് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ 1961 യൂറി ഗഗാറിയൻ വോസ്റ്റോക്ക് എന്ന സ്പേസ് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സ്പേസിലേക്ക് എത്തുന്നതും ആ ഒരു സക്സസ് ജേണി നടക്കുന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു സ്പേസ് റിലേഷൻ ഹിസ്റ്ററി നമുക്ക് കാണാൻ കഴിയുക. ചുരുക്കി പറഞ്ഞാൽ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് മനുഷ്യൻ സ്പേസിലേക്ക് എത്തുന്നത്. ആദ്യം മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ എന്തെങ്കിലും സ്പേസിലേക്ക് എത്തിക്കുക, രണ്ടാമതായി ഒരു ജീവിയെ എത്തിക്കുക, ജീവനുള്ള വസ്തുവിനെ എത്തിക്കുക, മൂന്നാമതായി ഒരു മനുഷ്യനെ എത്തിക്കുക, നാലാമതായിട്ട്
ഒരു കൂട്ടം മനുഷ്യരെത്തിക്കുക, മനുഷ്യർക്ക് മൂണിൽ അതല്ലെങ്കിൽ സ്പേസ് വാക്ക് സാധ്യമാകുന്ന രൂപത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുക, ഈ രൂപത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഈ ഒരു പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്പേസ് എക്സ്പ്ലോറേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൾഡ് വാറിൻ്റെ സമയത്താണ്. സ്വാഭാവികമായും USSRും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്പേസ് എക്സ്പ്ലോറേഷനിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു. സ്പേസ് റേസ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പേസ് റേസിൻ്റെ ഒരു ശക്തമായ ഗതിവിഗതികൾ USSRലേക്കും പോകുന്നുണ്ട്, US-ലേക്കും പോകുന്നുണ്ട്. ആദ്യമായി സ്പേസ് എക്സ്പ്ലോറേഷൻ സാധ്യമാക്കുന്നത് USSR ആണ്. തൊട്ട് പിന്നാലെ തന്നെ 1958 നാസ സ്ഥാപിക്കുന്നു. നാസയും പിന്നെ ഈ ഒരു രംഗത്തേക്ക് അതെ ഫ്രണ്ട്ഷിപ്പ് 7 എന്ന പ്രൊജക്റ്റിലൂടെ ജോൺ എന്നൊരാളെ സ്പേസിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ സ്പേസിലേക്ക് അഥവാ USSRനെ എത്തിപ്പിടിക്കാനുള്ള ദൗത്യവുമായി US-ഉം നാസയിലൂടെ ആരംഭിച്ചു. ഇങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റ് സ്പേസ് റേസ് അവസാനമായി എൻഡ് ചെയ്യുന്നത് 1975 1975 അപ്പോളോ സോയൂസ് പ്രൊജക്റ്റിലൂടെയാണ്. അപ്പോളോ US-ൻ്റെ പ്രൊജക്റ്റാണ്, നാസയുടെ പ്രൊജക്റ്റാണ്. സോയൂസ് എന്നുള്ളത് USSRൻ്റെ പ്രൊജക്റ്റാണ്. അതെ, രണ്ടും കൂടി ഒരുമിച്ച് അഥവാ പിന്നെ 3 ആസ്ട്രോണോമേഴ്സും 2 കോസ്മോനട്സും USSRൻ്റെ ഇത് സ്പേസിലെത്തിയിട്ട് ഇത് നല്ലൊരു മനോഹരമായ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള രൂപത്തിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഈ സ്പേസ് റേസ് അതെ, സ്പേസിലെത്തിക്കഴിഞ്ഞ് അവർ പരസ്പരം ഹസ്തദാനം ചെയ്ത് ആ ഒരു രൂപത്തിലാണ് സ്പേസ് റേസ് എൻഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം എന്നല്ല, ഈ ഒരു സാഹചര്യത്തിൽ തന്നെ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെ മറ്റ് രാജ്യങ്ങളും സ്പേസ് എക്സ്പ്ലോറേഷനിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ചൈനയും ഇന്ത്യയൊക്കെ സ്പേസ് റേസ് 1975 അവസാനിക്കുന്നതെങ്കിലും 1960 തുടക്കത്തിൽ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഇന്ത്യ, അതുപോലെ ചൈനയൊക്കെ 1970 അങ്ങനെയൊക്കെ ആയിട്ട് ചൈനയും ഇന്ത്യയൊക്കെ ഈ ഒരു സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 അന്നത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് ഒന്നുമില്ലാത്തൊരു പഴയ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് തിരിയും. പക്ഷെ ആ ഘട്ടത്തിലും സ്പേസ് എന്നുള്ള ആ ഒരു ഫീൽഡിനോട് വലിയൊരു എന്താ പറയാ ഇന്ത്യയുടെ ഒരു ആവേശം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ആവണം എന്നുള്ളൊരു 60 വരെ വളരെ ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് 62 ഇൻകോസ്പാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് എന്നുള്ള പേരിൽ ആദ്യം ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഈ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് ഇവരൊന്ന് ഒരുമിച്ച് കൂടുന്നത്. പിന്നെ അതിനുശേഷം 1969 ഓഗസ്റ്റ് 15 മുതൽ ISRO ആയിട്ട് അതിനെ പേര് മാറ്റുകയും സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന പേരിൽ ഒന്നുകൂടി വിപുലീകരിച്ച് ഒരുപാട് ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ച് അതുപോലെ അതിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കുണ്ടായി. അപ്പോൾ നമുക്ക് ISROയുടെ ഒക്കെ തുടക്കം പറയുമ്പോൾ ISROൻ്റെ ഒക്കെ തുടക്കത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വളരെ സൈക്കിൾ വണ്ടിയിലൊക്കെ റോക്കറ്റ് കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളും അവർ ബഹിരാകാശ നിലയങ്ങളിൽ അവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് പോരാടുകയായിരുന്നു. ഈ ഒരു വിഷയത്തിൽ അവർ മുന്നോട്ട് വരണം, ഇതിൽ വിജയം കണ്ടെത്തണം എന്നുള്ളത്. ആ വിഷയത്തിൽ ഇന്ത്യക്ക് എപ്പോഴും അഭിമാനമാണ്. അങ്ങനത്തെ ചരിത്രം പറയുമ്പോൾ ഇന്ന് പല റെക്കോർഡുകളും ഇന്ത്യ നേടി എന്നുള്ളത് വളരെ ആശ്ചര്യപൂർണ്ണമുള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു വളരെ വൈകിയ വേളയിൽ തീരെ സാമ്പത്തികമായിട്ട് പിന്നോക്കമായിട്ടുള്ള ഒരു രാജ്യം, പിന്നെ എണ്ണപ്പെടുന്ന US-ൻ്റെയും ഇന്നത്തെ റഷ്യൻ്റെ ഒക്കെ കൂടെ എണ്ണപ്പെടുന്ന ഒരു സ്പേസ് റിസർച്ച് ടീമായിട്ട് ഇന്ത്യൻ്റെ ISRO മാറുന്നത്. പിന്നെ ISROനെ കുറിച്ച് നോക്കുമ്പോൾ ISROൻ്റെ ഏറ്റവും വലിയ ശില്പിയായിട്ട് നമ്മൾ പറയുന്നത് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കൊക്കെ ഈ കൂട്ടത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. സ്പേസ് ടെക്നോളജി ഷുഡ് സെർവ് ദി കോമൺ മാൻ. അഥവാ ഈ സ്പേസ് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യന് പോലും അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് പേരുകൾ പറയാനുണ്ട്. ഇപ്പോൾ ഹോമി ജെ ബാബ, നമ്മുടെ മുൻ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയ മുൻ പ്രസിഡന്റ് കൂടിയായ APJ അബ്ദുൽ കലാം, UR റാവു എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തുടങ്ങി SLV 3 ഉപഗ്രഹങ്ങളായ ഇൻസാറ്റ്, IRS ഒക്കെ പോലത്തതൊക്കെ ഇവരുടെ കാലത്ത് തന്നെ എന്തായിട്ടുണ്ട്, ഇന്ത്യയിൽ ഈ പദ്ധതികൾക്കും പ്രൊജക്റ്റുകൾക്കൊക്കെ ലോഞ്ച് ചെയ്തു. പിന്നെ അത് ഇന്ത്യ ഇന്നുള്ള ഒരു രൂപത്തിലേക്ക് ISRO മാറ്റി എന്നതാണ്. നമുക്ക് ഈ ചാന്ദ്ര ദൗത്യങ്ങളെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അങ്ങനെ തന്നെയാണ് തിരിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണ്. ഒന്ന് USSRും അതേപോലെ തന്നെ അമേരിക്കയും ഉള്ളൊരു ഘട്ടം. രണ്ടാമത്തത് അതിലേക്ക് 2007 ചൈനയുടെ ചാങ് 1 എന്നുള്ളൊരു പദ്ധതി വരുന്നുണ്ട്. വലിയ ദൗത്യമാണ്, അത് വിജയിക്കുകയും ചെയ്തു.
2008 ഇന്ത്യയുടെ ചന്ദ്രയാൻ 1. പിന്നെ ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഘട്ടം ആർട്ടിമസ് ആണ്, മനുഷ്യനെ ഇറക്കും എന്നുള്ള ആ ഒരു പദ്ധതിയിലൂടെ വന്ന 3 ഘട്ടങ്ങൾ. ഇതിൽ ഇപ്പോൾ റഷ്യ 1976 വരെ സജീവമായിട്ടുണ്ടായിരുന്നു. അവർ നടത്തിയിരുന്നത് ലൂണാർ റോബോട്ടിക് മിഷൻസ് ആയിരുന്നു, മനുഷ്യരെ ഉപയോഗിക്കാതെ റോബോട്ടുകൾ മാത്രം. പിന്നീട് 1990 വരെ അവർ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഇടപെട്ടിരുന്നില്ല. എന്നാൽ 1990 മുതൽ 2010 വരെ അവർ പിന്നെ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. കാരണം 1990-ലാണ് USSR നശിക്കുന്നത്. ആ ഒരു ഘട്ടം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു മേഖലയിലുള്ള പ്രാതിനിധ്യം അതല്ലെങ്കിൽ ഇടപെടൽ വളരെ കുറഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം 17 വർഷം കൊണ്ട് 10 ദൗത്യങ്ങൾ മാത്രമേ റഷ്യക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം 2007 ചൈന തുടങ്ങിയല്ലോ. ചൈനയുടെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈകി വന്നതാണെങ്കിലും വലിയൊരു കുതിപ്പ് ഈ ഒരു മേഖലയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം മുമ്പിൽ വലിയ ശക്തികളായ USSR ഉണ്ട്, അതേപോലെ തന്നെ അമേരിക്കയുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കാതെ വലിയ കുതിപ്പുമായി വലിയ ശാസ്ത്ര മേഖലയിൽ വലിയൊരു തൻ്റേതായിട്ടുള്ളൊരു അടയാളപ്പെടുത്തലുകൾ ചൈന നടത്തിയിട്ടുണ്ട്. ചൈനയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈന 1970-ലാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. 1970 ആദ്യ വിക്ഷേപം നടത്തുന്നു. പിന്നീട് 1999 മനുഷ്യരില്ലാത്ത ആദ്യ സ്പേസ് ക്രാഫ്റ്റ് ഷെൻഷു 1 എന്ന പേരിലാണ് അവർ വിക്ഷേപിക്കുന്നത്. പിന്നീട് അതിനുശേഷം 1993-ലാണ് CNSA ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ കീഴിലാണ് പിന്നീട് പ്രവർത്തനങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ചൈനേൻ്റെ വിഷയം നമ്മൾ പറഞ്ഞു. ചൈന ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് എക്സ്പ്ലോറേഷനിലേക്ക് വരുന്നതെങ്കിൽ പോലും വലിയൊരു കുതിച്ചുചാട്ടം ചൈനയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതുവരെയെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ 2 സ്പേസ് സ്റ്റേഷനുകളാണല്ലോ. സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പിന്നെ സ്പേസ് യാത്രയ്ക്ക് പോകുന്ന ആളുകൾ നിൽക്കുന്ന ഒരു വലിയൊരു ഗ്രൗണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേഡിയത്തിൻ്റെ അത്ര വലിപ്പമുള്ളൊരു ഗ്രൗണ്ടാണ് സ്പേസ് സ്റ്റേഷൻ. നമ്മൾ പിന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നിരന്തരം 2000-ലാണ് സ്പേസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത്. അതുമുതൽ ഇതുവരെ നിരന്തരം അവിടെ ആളുകളുണ്ട്, മനുഷ്യന്മാരവിടെ സഹവസിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അതെ, സ്പേസ് സ്റ്റേഷനായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. എന്നാൽ ചൈനയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട് സ്വന്തമായിട്ട്. അതെ, ലേറ്റായി വന്നിട്ടുണ്ടെങ്കിൽ കൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവരുടേതായ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സ്പേസിൽ ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി കുറേ രാജ്യങ്ങൾ കൂടിയിട്ടാണ് സ്പേസ് സ്റ്റേഷൻ ഉള്ളത്, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ചൈനയ്ക്ക് സ്വതന്ത്രമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. ഇത്തരത്തിൽ ചൈന വികസിക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും നമുക്ക് ഡൗട്ട് ഉണ്ടാവും. 2000-ലാണ് സ്പേസ് സ്റ്റേഷൻ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുമുതൽ ഇതുവരെ ഇപ്പോൾ 2026-ആയി. 2026-ൽ ആർടെമിസ് 2-ൽ പിന്നെ സഞ്ചരിച്ച ആസ്ട്രോണമേഴ്സൊക്കെ താമസിച്ച് സ്പേസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ട് എങ്ങനെയാണ് ഈ സ്പേസ് സ്റ്റേഷൻ അവിടെ നിന്ന് ഇങ്ങനെ ഭ്രമണം ചെയ്യുന്നത്, ഓർബിറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ട് സയൻസാണ്. നമ്മളൊരു പിന്നെ നൂലിൽ ഒരു കല്ല് കെട്ടിയിട്ട് അത് കറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്ലിങ്ങനെ കല്ലിങ്ങനെ ആ ഒരു കറങ്ങുന്ന ഫോഴ്സ് കൊണ്ട് കല്ലിങ്ങനെ ഒരു ഓർബിറ്റ് ഉണ്ടാക്കുക എന്നതുപോലെ സ്പേസ് സ്റ്റേഷൻ്റെ സ്പീഡ് കൊണ്ട് ഒരു ഓർബിറ്റ് ഉണ്ടാകുന്നുണ്ട്. ഭൂമിയിലേക്ക് ഗുരുത്വാകർഷണ ബലമുണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് പോകാനും പറ്റില്ല, അകത്തേക്ക് പൂർണ്ണമായി വരാൻ പറ്റില്ല. കാരണം സ്പീഡുണ്ട്. ആ സ്പീഡ് കുറയുന്നതനുസരിച്ച് ഫ്യൂൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് ഒരു ഓർബിറ്റിൽ ഇങ്ങനെ പക്ഷെ പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഇടവേളയില്ല. ഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇടവേളയില്ല. എപ്പോഴാണോ സ്പീഡ് കുറയുന്നത് എന്ന് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഫ്യൂൽ ചെയ്യുക. ഈ രൂപത്തിലാണ് സ്പേസ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. സ്പേസ് സ്റ്റേഷനെ കുറിച്ച് ഇങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളും ഒറ്റ സ്പേസ് സ്റ്റേഷനിൽ നിലനിൽക്കുകയും ചൈനയ്ക്ക് സ്വന്തമായിട്ട് സ്വതന്ത്ര ഒരു സ്പേസ് സ്റ്റേഷൻ നിലവിൽ വരികയുണ്ട്. ചൈന എന്ത് ചെയ്താലും പിറ്റത്തെ വർഷം അത് ഇന്ത്യ നേടുക എന്നൊരു സാഹചര്യം നമ്മൾ ചന്ദ്രയാൻ്റെ ദൗത്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇന്ത്യ പോരാടുകയാണ് എന്ത് അടുത്തൊരു സ്പേസ് സ്റ്റേഷൻ സ്വതന്ത്രമായിട്ട് ഇന്ത്യക്ക് സ്ഥാപിക്കാൻ വേണ്ടി 2035-ൽ സ്ഥാപിക്കുന്ന ഒരു ഇതിലാണ്. ഇപ്പോൾ ചന്ദ്രയാൻ്റെ ദൗത്യങ്ങൾ പറയുമ്പോൾ ചൈന 2007-ൽ ചന്ദ്ര ദൗത്യത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ 2008-ൽ തന്നെ ഇന്ത്യ ആദ്യത്തെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചിട്ട് മലിനജലത്തിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഒരുപാട് സംഗതികൾ. പിന്നെ ചന്ദ്രയാൻ 2 2019 വിക്ഷേപിക്കുന്നുണ്ട്. അത് ഓർബിറ്റർ വിജയിച്ചെങ്കിലും അതിൻ്റെ ലാൻഡർ ക്രാഷായി എന്നുള്ളത് ഇന്ത്യക്ക് ഒരു വലിയ സങ്കടത്തിലേക്ക് നയിക്കുകയും എന്നാൽ പിന്നെയും 2-2.5 വർഷത്തിനുള്ളിൽ 2023-ൽ ചന്ദ്രൻ്റെ 3ാം ചന്ദ്രയാൻ 3 എന്ന
സേഫ് ലാൻഡിംഗ് വിക്ഷേപിക്കുകയും അത് ലോക റെക്കോർഡായിട്ട് റെക്കോർഡ് ഇട്ടു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായിട്ട് ആദ്യമായി ഫ്ലാഗ് ഒക്കെ ഇന്ത്യയുടെ സോഫ്റ്റ് ലാൻഡിംഗ് ഫ്ലാഗ്. ചെയ്ത ഏക രാജ്യം അത് നിലവിൽ ഇന്ത്യ ആണെന്നാണ്. ഇതുകൂടാതെ ഇപ്പോൾ ജപ്പാന്റെ ജാക്സ, ജാക്സ, അതേപോലെ തന്നെ ഇസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ഇവരുടെയൊക്കെ ഒരു അവസ്ഥ കൂടി നമ്മൾ രാജ്യങ്ങളല്ലാതെ പിന്നെ ഇതിനൊക്കെ ഒരുപാട് പുറമെ പ്രൈവറ്റ് പ്രൈവറ്റ് കമ്പനികളുണ്ട്. സ്പേസ് എക്സ്, അതേപോലെ തന്നെ ബ്ലൂ ഒറിജിന്, ജെഫ് ബെസോസിന്റെ, ആമസോണിന്റെ. അതെ. ഇപ്പോൾ ഈ ആർട്ടിമസിന്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആർട്ടിമസ് 6 വരെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 5ാമത്തതും 6ാമത്തതും അതെന്താണ് എന്നുള്ളൊരു പ്രകടന പത്രിക അല്ലെങ്കിൽ അതിന്റെ പ്ലാനുകൾ എന്തൊക്കെയാന്ന് നമ്മളിപ്പോൾ ഈ ആർട്ടിമസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ ആർട്ടിമസ് പിന്നെ നാസയുടെ പ്രൊജക്റ്റ് ആയിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത്. നമ്മളങ്ങനെയാണ് വിചാരിക്കുന്നത്. ശരിക്കും ഈ നാസയുടെ സ്വതന്ത്ര പദ്ധതിയാണോ ആർട്ടിമസ്? അല്ല, ഒരിക്കലും അല്ല. ഒരുപാട് രാജ്യങ്ങൾ, അതെ, ഏകദേശം 61ഓളം രാജ്യങ്ങളുടെ ഒരു ബഹുരാഷ്ട്ര കരാറിന്റെ ഒരു റിസൾട്ടാണ് ആർട്ടിമസ് എന്ന് പറയുന്നത്. ആർട്ടിമസ് എന്നുള്ള പേരിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അതൊരു പക്ഷെ നാസ നേതൃത്വം കൊടുക്കുന്നത് ആവാം, അമേരിക്കയാണ് അതെ, അതുകൊണ്ട് ഹൈലൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ആർട്ടിമസ് എന്നുള്ള പേര് വരാനുള്ള കാരണം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗ്രീക്ക് പുരാണങ്ങളിൽ വേഗതയുടെ ദേവതയാണ് പിന്നെ ഈ ആർട്ടിമസ് എന്ന് പറയുന്നത്. അപ്പോളോയുടെ ഇരട്ട സഹോദരിയാണ്. മാത്രവുമല്ല പിന്നെ ഗ്രീക്ക് കഥകളിൽ സ്ത്രീ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള അറ്റ്ലാന്റ് എന്ന് പറയുന്ന ദേവിയുടെ പിന്നെ രക്ഷകർത്താവായിട്ടും ആർട്ടിമസ് എന്താവുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഈ വേഗതയുടെയും വിജയത്തിൻ്റെയും പിന്നെ ഒരു പ്രതീകമായിട്ടാണ് എന്താക്കുന്നത് ആർട്ടിമസ് എന്നുള്ള പേര് ഇവർ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആർട്ടിമസ് 5ഉം 6ഉം അതിൻ്റെ പ്ലാനുകൾ പിന്നെ നാസ പുറത്തു വിട്ടിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് കമ്പനീസ് ഉണ്ടല്ലോ, സ്പേസ് എക്സ്, അതേപോലെ തന്നെ ബ്ലൂ ഒറിജിൻ, ഇവർക്ക് കുറച്ച് പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 4 ആർട്ടിമസ് 4ലും 3ലും ചെയ്തു തീർക്കേണ്ട ചില പദ്ധതി. ഇപ്പോൾ ഫാൽക്കോൺ റോക്കറ്റ് അവിടെ ഉണ്ടാക്കുക, അതേപോലെ തന്നെ മറ്റു 2-3 പദ്ധതികൾക്ക് പ്രധാനപ്പെട്ട പദ്ധതികൾ സ്പേസ് എക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് പിന്നെ ആർട്ടിമസ് മുന്നോട്ട് പോവുകയുള്ളൂ. നാസ ഈ ഒരു ദൗത്യം പൂർണ്ണമായിട്ടും വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ ഭാവിയിലുള്ള പദ്ധതികൾ വളരെ കൃത്യമായിട്ട് തന്നെ നാസയും CNSAയും ISROയും ജാക്സയും ഇസയും തുടങ്ങിയിട്ടുള്ള പിന്നെ ഓർഗനൈസേഷൻസൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നല്ല പ്ലാനുകളായിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ടൂറുകൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാലൊക്കെ ചന്ദ്രനിലേക്കായിരിക്കും, സ്പേസിലേക്കായിരിക്കും നമ്മൾ ട്രിപ്പ് പോവുക എന്നുള്ളത് ആ ഒരു സങ്കല്പത്തിലാണ്. അങ്ങനെ തന്നെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ ഒക്കെ പ്രധാന പ്രൊജക്റ്റ് അതാണ്. അതെ, സ്പേസ് ടൂറിസം സങ്കല്പത്തിലേക്കാണ്, ടൂറിസത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ കുറെ ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ചുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ കേസിൽ കാണുന്നുണ്ടെങ്കിൽ നിലവിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ 2030 അവസാനിക്കുകയാണ്. 35 ആകുമ്പോഴേക്കും സ്വതന്ത്രമായിട്ടുള്ളൊരു സ്പേസ് സ്റ്റേഷൻ ഇന്ത്യക്ക് വേണം, ഇന്ത്യക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ദൗത്യവുമായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ആർട്ടിമിസ് 2 നിലവിൽ ലോഞ്ചായി. ഇനി 3 നെക്സ്റ്റ് ഇയർ വരികയാണ്. 2028 ആകുമ്പോഴേക്കും മനുഷ്യനെ ഇറക്കുക എന്നുള്ള ദൗത്യവുമായിട്ടായിരിക്കും ആർട്ടിമിസ് 4 വരിക. ചൈനയുടെ ഇതും 2030 മനുഷ്യനെ അവരിലേക്ക് ഇറക്കും. ഇപ്പോൾ ISROന്റെ തന്നെ ഒരുപാട് ഭാവി പദ്ധതികളുണ്ട്. ചന്ദ്രയാൻ 4നെ കുറിച്ചുണ്ട്, അതുപോലെ ഗഗൻയാനും ശുക്രനെ കുറിച്ച് വീനസ് മിഷൻ ഒരുപക്ഷെ ഫസ്റ്റ് മിഷൻ ഒരുപക്ഷെ ഇന്ത്യൻ്റെതായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ മിഷനുകളൊന്നും അല്ലാതെ തന്നെ ഇന്ത്യക്ക് ഒരുപാട് സംഗതികൾ, റിയൂസബിൾ റോക്കറ്റ്സും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളിലൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നൊക്കെ ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് പദ്ധതികൾ നിലവിൽ പ്രഖ്യാപിച്ച് തന്നെ ISROൻ്റെത് നമ്മുടെ മുന്നിലുണ്ട്. ഇനി ISRO നൽകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. അത് പലപ്പോഴും വിദ്യാർത്ഥികളായ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഖലയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്ക് പിന്നെ കുറയാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ശാസ്ത്ര വിഷയത്തോട് കൂടുതൽ താല്പര്യം കാണിക്കുകയും ISROയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്, അതിലേക്ക് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇപ്പോൾ ISROയുടെ തന്നെ ഗവേഷണ പദ്ധതിയാണ് യുവിക എന്ന് പറയുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് പിന്നെ നൽകുന്നൊരു അവസരമാണ് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ. അത് കേരളത്തിൽ നിന്നും 11 വിദ്യാർത്ഥികളെ ISRO സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ഘട്ടം കൂടിയാണ്. മലപ്പുറത്ത് നിന്നുള്ള ഒരു കുട്ടി അതിൽ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ വിദ്യാർത്ഥികൾ എന്താകണം, അവർ സ്കൂൾ പഠനകാലത്ത് തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ ISRO എന്നൊരു കൺസെപ്റ്റിനെ മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ട് ഞാൻ അടുത്തറിയാൻ ശ്രമിക്കണം. എന്നാലേ അതിൻ്റെ വരുംകാല പദ്ധതികളിലേക്ക് നമ്മുടെ മലയാളികളായിട്ടും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ രാജ്യക്കാരിൽ നിന്ന് തന്നെ കൂടുതലായിട്ടുള്ളൊരു സംഭാവനകൾ നമ്മൾ ISROക്കും മാതൃകകൾ നമുക്ക് തന്നെ ഉണ്ട്. പ്രചോദനത്തിൻ്റെ ഒരു പ്രതീകം നമ്മുടെ പിന്നെ APJ അബ്ദുൽ കലാം, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ചിന്ത എത്രത്തോളമാണ് നമ്മുടെ ഒരു ISROയുടെ ഡെവലപ്മെൻറ്റ്, ഇന്ത്യയുടെ തന്നെ ഒരു കുതിപ്പ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചാന്ദ്ര ദൗത്യങ്ങൾ മാത്രമല്ല, പിന്നെന്തുണ്ട്, ചൊവ്വയിലേക്ക് ഇപ്പോൾ ആദിത്യ 2 ആദിത്യ 2
രണ്ടാമത്തെ ലക്ഷ്യം പറയുന്നത് പിന്നെ ചന്ദ്രനെ ഇടത്താവളമാക്കിയിട്ട് ചൊവ്വയിലേക്കുള്ള യാത്ര എളുപ്പമാക്കുക എന്നുള്ളതാണ്. അപ്പോഴും മനുഷ്യൻ്റെ അതല്ലെങ്കിൽ നാസയുടെയും അല്ലെങ്കിൽ മറ്റു കമ്പനികൾ ഓർഗനൈസേഷനൊന്നും ലക്ഷ്യം ചന്ദ്രനല്ല, പക്ഷേ ചന്ദ്രനെ ഇടത്താവളമാക്കിയിട്ട് ചന്ദ്രനിൽ നമ്മൾ പറഞ്ഞ പോലെ മൈനിങ്ങും റിസോഴ്സും ഒക്കെ അവൈലബിലിറ്റി ഒക്കെ റോക്കറ്റ് മേക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി ചന്ദ്രനിൽ നിന്നും ചൊവ്വയിലേക്കുള്ള ചൊവ്വയിലേക്കുള്ളൊരു യാത്ര നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ISROൻ്റെ പദ്ധതികളിൽ മൂണിൻ്റെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ മാത്രമല്ല, 2013 മംഗള ദൗത്യത്തിൽ മാർസ് ഓർബിറ്റ് മിഷൻ എന്ന് പറഞ്ഞാണ്ട് മംഗൾയാൻ 2013 ഇന്ത്യ നിക്ഷേപിച്ചിട്ടുണ്ട്. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ മാർസിലേക്ക് എത്തിയ ഏകരാജ്യം ഇന്ത്യയാണ്. അതിൻ്റെ റെക്കോർഡ് ഇന്ത്യക്കുണ്ട്. അപ്പോൾ മംഗൾ ദൗത്യത്തിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യൻ്റെ സൂര്യനെ പഠിക്കാൻ പോകുന്ന ഒരു മിഷനായിരുന്നു ആദിത്യ L1 എന്നുള്ളത്. സോളാർ ഫ്ലൈസ്, കൊറോണ, അങ്ങനെ സ്പേസ് വെതർ പഠനം, അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിക്ഷേപണമായിരുന്നു ആദിത്യ L1. 1969 അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്ങിൻ്റെ നേതൃത്വത്തിൽ 4 അംഗ സംഘം ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു കോട്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും വലിയൊരു ആവേശവും ഒരു ഊർജ്ജവും നൽകുന്ന വാക്കുകളാണ്. മനുഷ്യൻ്റെ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ഒരു കാൽവെപ്പ് മനുഷ്യകുലത്തിൻ്റെ തന്നെ ഒരു കുതിച്ചുചാട്ടം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.